ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു സ്റ്റിച്ചിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഇത് പഴയൊരു യൂണിഫോമാണ് കേട്ടോ, കുട്ടിയുടെ LKG കുട്ടിയുടെ യൂണിഫോമാണ്. ഇപ്പോൾ ആ കുട്ടി UKG ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 25 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ താഴെ ഭാഗം 24.5 ഇഞ്ചാട്ടോ ലെങ്ത്ത്, 25 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നില്ല. അപ്പോൾ താഴെ ഭാഗം ഞാൻ തുന്നൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീതിയിലായിരുന്നു ഇത് മടക്കിയിരുന്നത്. അപ്പോൾ 2 ഫ്രോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കണ്ടില്ല, ഇതിൻ്റെ അടിവശം ഇതേപോലെ 2 ഇഞ്ചോളം വീതിയിൽ മടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായത്തിലെത്തി വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഭാഗം അതിൻ്റെ തുന്നൊക്കെ അയച്ചെടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ 10 ഇഞ്ച്, ഇനി ഇങ്ങോട്ട് താഴത്തേക്ക് പോരുമ്പോൾ ഇവിടെ 20. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുള്ള ലെങ്ത്ത് ഇതാ 27 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 24.5 ഇഞ്ചുള്ള ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 27 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് ലെങ്ത്ത് എടുത്തു. അപ്പോൾ കുട്ടിക്ക് വേണ്ടത് 28 ഇഞ്ചാട്ടോ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന്മേന്ന് 28 ഇഞ്ച് ലെങ്ത്ത് കിട്ടുമോ സംശയമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 27 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 27 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് 1/2 ഇഞ്ച് അവിടെ താഴെ വേറെ തുണി വെച്ച് തയ്ക്കണമെങ്കിൽ 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് അതിന്മേക്കിട്ട് 26.5 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുക. അപ്പോൾ ഒരു കഷ്ടിച്ചൊരു 27 ഇഞ്ചെങ്കിലും നമുക്ക് ലെങ്ത്ത് എടുക്കണം. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് എവിടെ നിന്ന് കൂട്ടിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഈ ഒരു ബെൽറ്റ് കണ്ടല്ലോ, ഈ ഒരു ബെൽറ്റിൻ്റെ പൊസിഷൻ 2 സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ അവിടെ നമുക്കൊന്ന് അയച്ചെടുത്തിട്ട് അവിടുത്തെ വീതി ഒന്ന് അതിൻ്റെ സ്റ്റിച്ച് കുറച്ച് തുഞ്ചത്തേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് കിട്ടും. പിന്നെ താഴെ സ്കേർട്ട് പാർട്ടും കൂടി നമ്മളെ പ്ലീറ്റ് ഇട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അപ്പോൾ അവിടെയും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് കുറച്ച് തുഞ്ചത്തേക്കാക്കി തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴയ സ്റ്റിച്ച് നമുക്ക് അയച്ചെടുത്തിട്ട് അവിടെയും നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചും മുകളിൽ ഈ ഒരു 1/2 ഇഞ്ചും കൂട്ടിയാൽ നമുക്ക് 1 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം തുണിയില്ല, പിന്നെ അതൊരു പോലെയൊക്കെ ആയിരിക്കും താഴെ നമ്മൾ വെച്ച് എടുക്കുമ്പോൾ. അപ്പോൾ സെയിം തുണി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 28 ഇഞ്ച് മതി ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ആ 28 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് ഇതിന്മേന്ന് കിട്ടുമെന്ന് നോക്കട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് കഴിച്ചെടുക്കണം. കാരണം ഈ ഒരു തുഞ്ച് ഇങ്ങനെ അമർന്ന് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാ ഈ ഒരു തുമ്പ് വശത്ത് ഉള്ള ആ സ്റ്റിച്ച് ഇങ്ങനെ അയച്ചെടുക്കട്ടോ. ഈ ഒരു അറ്റത്തിലെ 2 സൈഡിലും അടിച്ച് ഈ ഒരു തുന്ന് അയച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് കടത്തി വിടാനുള്ള വള്ളി ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റിച്ചും അയച്ചെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ബെൽറ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് കഴിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു വള്ളിൻ്റെ അങ്ങേ ഭാഗം ഞാൻ പിന്നീടാണ് കേട്ടോ സ്റ്റിച്ച് കഴിച്ചെടുക്കണം. ഇത് നമുക്കിവിടെ തയ്ച്ചിട്ട് സ്റ്റിച്ച് കഴിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തുമ്പ് വശത്ത് കൂടെ 1/4 ഇഞ്ച് വീതിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. തയ്യൽ തുമ്പായിട്ട് 1/4 ഇഞ്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള തുണി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കളയാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് കൊടുത്തത് കണ്ടല്ലോ, ഇതാ ഈ ഒരു ബ്ലാക്ക് നൂലുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 or 3 സ്റ്റിച്ചൊക്കെ കൊടുക്കട്ടെ, കാരണം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ നമുക്ക് തുന്നി വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഹെമ്മിങ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് തുന്നൊന്നും വിട്ടു പോരില്ല, തുണി അങ്ങനെ പിന്നിപ്പോരില്ല കേട്ടോ. പിന്നിപ്പോരാത്ത തുണിയാണ്. പിന്നെ ഹെമ്മിങ് ചെയ്തുകൊണ്ട് തുണി പ്രത്യേകിച്ച് പിന്നിപ്പോരോ അങ്ങനെ അടി കൂടുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ തയ്ച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റിച്ചും അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴയ സ്റ്റിച്ച് അയച്ചെടുത്തു. ഇനി നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഞാൻ കാട്ടിത്തരാം. നല്ല വശം കണ്ടില്ല, നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 ഇഞ്ച് കണ്ടില്ല, ഇവിടെ 1/2 ഇഞ്ചോളം നമുക്ക് വീതി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വീതി കിട്ടി. ഇനി നമുക്ക് താഴെ ഒരു പ്ലീറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ,
അവിടെയും നമുക്ക് തയ്യൽ കൊടുത്തിട്ട് ആ പഴയ സ്റ്റിച്ച് അയച്ചെടുക്കാം. ഈ പഴയ സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇവിടെയും 1/2 ഇഞ്ച് വീതി കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ സ്റ്റിച്ച് അയച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു താഴെ ഭാഗത്ത് നമുക്ക് 1/2 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് ലെങ്ത്ത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഈ ഒരു മടക്കൊക്കെ ഒന്ന് നിവർന്ന് കിട്ടുള്ളൂ, എന്നാലത് കറക്റ്റായിട്ട് കിടക്കുള്ളൂ. അതേപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ സ്റ്റിച്ചും നമുക്ക് അയച്ചെടുക്കണം. ബെൽറ്റിൻ്റെ ഈ ഒരു വള്ളി ഉണ്ടല്ലോ അത് കേട്ടോ. അപ്പോൾ അതും നമുക്ക് അയച്ചെടുക്കണം, കാരണം ഇതിൻ്റെ പൊസിഷനൊക്കെ മാറും. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് ഇത് വെക്കുമ്പോൾ തന്നെ ആ ഒരു പഴയ ഇവിടേക്കല്ല, പഴയ കറക്റ്റ് സ്ഥാനത്തേക്കല്ല നമ്മളെ ഈ ഒരു വള്ളി വരിക. അപ്പോൾ അത് അയച്ചെടുത്തിട്ട് കറക്റ്റ് സ്ഥാനത്തേക്ക് നമുക്ക് പിടിപ്പിച്ചെടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് അയൺ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്താലും നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ മേലെ ഭാഗത്ത് നമ്മളിവിടെ കൂട്ടിയല്ലോ, നമുക്കത് കൂട്ടിയിട്ട് ഇനി എത്ര കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ അതായത് നമുക്കിവിടെ 28 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ലെങ്ത്ത് 28 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് താഴെ ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണം. അപ്പോൾ ഈ ഒരു യൂണിഫോമിൻ്റെ കളറിലുള്ള തുണി തന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 28 ഇഞ്ച് ലെങ്ത്തിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 27.75 നമുക്ക് കിട്ടുമല്ലോ. ഒരു 1/4 ഇഞ്ചല്ലേ നമുക്ക് കുറവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്ര കുറവൊന്നും നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ താഴെ വീതി ഒന്ന് അളവെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 36.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 37 38 ഇഞ്ചൊക്കെ ലെങ്ത്തിലുള്ള തുണി എടുക്കാം. അതേപോലെ തന്നെ 3 ഇഞ്ച് വീതിയിലുള്ള തുണി എടുക്കുക കേട്ടോ. 3 ഇഞ്ചോ അല്ലെങ്കിൽ 2.25 ഇഞ്ചോ നമ്മൾ എങ്ങനെയാണോ തയ്ക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം ഞാനൊരു 37 ഇഞ്ച് നീളത്തിനുള്ള ഒരു തുണി എടുക്കുകയാണ്, 3 ഇഞ്ച് വീതിയിൽ. അപ്പോൾ എൻ്റെയൊക്കെ എൻ്റെ കയ്യിലുള്ള കളറ് ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ എന്താ 3 ഇഞ്ച് വീതിയിൽ 37 ഇഞ്ചോളം ലെങ്ത്തിൽ ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും കൂടി കേട്ടോ. ഇനി നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഈ ബെൽറ്റിൻ്റെ വള്ളിൻ്റെ സ്ഥാനമൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട്, കാരണം ഇവിടെ വീതി കൂട്ടിയപ്പോൾ ഇതാണ് നമ്മളെ പഴയ സ്ഥാനം. കണ്ടില്ലേ, ഈ ഞാൻ വരച്ച വരെയാണ് പഴയ സ്ഥാനം. ഇനി നമ്മൾ ഈ ബെൽറ്റ് വെക്കുമ്പോൾ കണ്ടില്ലേ ഇത്രയും നമുക്ക് മാറ്റം വരുന്നുണ്ട്. 1/2 ഇഞ്ചോളം കണ്ടില്ലേ ഇത് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബെൽറ്റ് വെച്ചെടുക്കുക. ഇപ്പോഴത്തെ സ്ഥാനം ഒന്ന് മാർക്ക് ചെയ്യുക. എവിടെയാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത് വെച്ചാൽ അത് ഇവിടെയും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ വള്ളി കിടക്കണത് അങ്ങനെ ഓരോന്നും ഇതേപോലെ നമ്മൾ അയച്ചെടുക്കണം കേട്ടോ. അയച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ, കാരണം ഇത് തയ്ച്ച തുണി ആയതുകൊണ്ട് നമുക്ക് സ്ഥാനം മാറിപ്പോകും. അപ്പോൾ നമ്മളിത് ബെൽറ്റിൻ്റെ ആ വള്ളി വെച്ചിട്ട് അതിൻ്റെ സ്ഥാനം എവിടെയാണോ, ഇപ്പോൾ ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതുപോലെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ചോക്കിൻ്റെ മാർക്കിങ് എവിടെയാണോ കിടക്കുന്നത് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടോ. ഫസ്റ്റത്തെ മാർക്കിങ്ങിൽ വെക്കരുത്, രണ്ടാമത്തെ മാർക്കിങ്ങിൽ നമ്മൾ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് അളവിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ അടിയത്തെ തുണിയൊക്കെ ഇതിൻ്റെ ചുവടെ കുടുങ്ങി കിടക്കണ്ടോ മടങ്ങി കിടക്കണ്ടോ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ തയ്ക്കാൻ. കാരണം ഇത് നമ്മൾ ഓൾറെഡി തയ്ച്ച ഡ്രസ്സാണല്ലോ, അപ്പോൾ ആദ്യമേ നമുക്ക് ബെൽറ്റ് വെച്ച് പിടിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വള്ളിയുടെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നേരെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് താഴത്തെ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം, അപ്പോൾ എന്നാലും നമ്മളെ സ്റ്റിച്ച് അഴിഞ്ഞു പോരാതിരിക്കുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തു. നൂലൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ നൂലും അതേപോലെ തന്നെ പുറത്തെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മൾ ഇത് പിടിപ്പിച്ചെടുത്തത് രണ്ടാമത്തെ മാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയത്തെ തുണിയൊക്കെ അതിൻ്റെ ചുവടെ വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതെല്ലാതും ഇതേപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ തൊട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ വള്ളിയും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ബാക്കത്തെ വള്ളിയും ഇതേപോലെ തന്നെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ലെങ്ത്ത് കൂട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലും തുന്നയച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു തുന്നി നമുക്ക് പഴയ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴത്ത് നമുക്ക് തുണി വെച്ച് മറിച്ചിട്ട് തയ്ക്കണം. അപ്പോൾ നമുക്ക് സൈഡ് തയ്ച്ചെടുക്കാം. സൈഡ് തയ്ച്ചെടുക്കുമ്പോൾ ഞാൻ കയ്യിൻ്റെ ഇവിടെ നിന്ന് തന്നെ തയ്ച്ച് പോരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഡ്രസ്സാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം തയ്ച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കയ്യിൻ്റെ അവിടെ നിന്ന് തന്നെ തയ്ച്ച് പോന്നിട്ടുണ്ട്. ഇതേപോലെ കെട്ടിട്ടിട്ട് അവസാനിപ്പിച്ചെടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ തുന്നി കഴിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് 2 സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ അങ്ങേ സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല, നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നൂലൊക്കെ പൊങ്ങി കിടക്കണേ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് ഇതേപോലെ നൂലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ല വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ തുന്നി അയച്ച ആ ഒരു തുന്നിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ, നല്ല വശത്ത് വെച്ച് തയ്ക്കുക. എന്നിട്ട് അത് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. നമ്മളിവിടെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തുണിയൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചിൽ തന്നെ തയ്ക്കാമായിരുന്നു. അപ്പോൾ തുണി അധികം ഇല്ലാത്തതുകൊണ്ട് 1/4 ഇഞ്ചിൽ മാത്രമാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കട്ടെ. നിവർത്തി കൊടുത്തിട്ട് ഈ ഒരു ബ്ലാക്ക് തുണി ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് തുണിയിൽ വെച്ചിട്ട് പതിച്ച് തയ്ക്കുക. അപ്പോൾ നമ്മൾ മടക്കി തയ്ക്കാൻ ഉദ്ദേശിച്ച ഈ ഒരു തുണിയിൽ വെച്ചിട്ട് വേണം പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തുമ്പ് വശങ്ങളൊക്കെ ഈ പതിച്ച് തയ്ക്കണതിൻ്റെ ചുവടായിട്ട് വരണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വെച്ചാൽ അടിവശത്ത് നമുക്ക് കുറച്ച് വീതിയുള്ളൊരു മടക്കായിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അധികം. അപ്പോൾ നമുക്ക് ആ ഒരു അതേപോലെ തന്നെ അങ്ങനെ ഒരു ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് തയ്ച്ച് ഒന്ന് മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് അയൺ ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് കുറച്ച് വീതിക്ക് ഒരു ബോർഡ് മാതിരി ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീതിയിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിന് അത്ര ഭംഗി കിട്ടുക. അപ്പോൾ ഞാൻ ഇതേപോലെ അത് 1/2 ഇഞ്ച് മടക്കിയിട്ട് നേരെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഈ ഒരു വീതിക്കാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു 1.25 2 ഇഞ്ച് വീതിയോളം നമുക്കിതെടുക്കാം. അപ്പോൾ ഇവിടുത്തെ വീതി ഒരു 1.25 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീതിക്ക് തന്നെ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു ബ്ലാക്ക് തുണി നല്ല വശത്തേക്ക് കാണാൻ പാടില്ല. അടിത്തുണിയാക്കി നമ്മൾ ഈ വെച്ച് യോജിപ്പിച്ച് ഈ ഒരു തുണി നല്ല വശത്തേക്ക് കാണാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതേപോലെ മടക്കി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ബാക്ക് ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം കാണിച്ചതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് വീതി ആയിരിക്കണം കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മടക്കണ വീതി കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നമ്മുടെ ഫ്രോക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേപോലെ വൃത്തിക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വലിച്ചു പിടിക്കും വേണ്ട, എന്നാൽ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല വശത്തേക്ക് നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണി കാണണ ഒന്നുമില്ല. ഇനി ഈ നൂലൊക്കെ നമ്മൾ അയച്ച നൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നൂലൊക്കെ ഒന്ന് നമുക്ക് ഇതിമൊന്നൊന്ന് എടുത്ത് കളയണം കേട്ടോ. ഒക്കെ ഒന്ന് പറിച്ച് കളയാം. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ സൈഡിൽ ഇതാ നമുക്ക് അധികം വന്ന ഈ തുണിയൊക്കെ ഒന്ന് ഈ തുമ്പുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിച്ചിങ്ങിനോടുള്ള ഭയം, അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയമുള്ളവരൊക്കെ ഇതേപോലുള്ള വർക്കൊക്കെ ഏറ്റെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റം സംഭവിക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ നൈറ്റി, ചുരിദാർ ഇതൊക്കെ ഷേപ്പ്
ചെയ്യുക, ഇറക്കം കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ വെട്ടി തയ്ച്ചെടുക്കുക, ഇറക്കം കുറച്ചെടുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് വരുമാനം നേടിയെടുക്കാം. ഇപ്പോൾ നമുക്കൊരു നെറ്റ് ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഷേപ്പ് ചെയ്യാനൊരു 50 രൂപയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. റേറ്റ് ഇപ്പോൾ അധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 നെറ്റൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 100 രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒരു ദിവസമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലൂടെ വരുമാനം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കണം നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഷോൾഡർ മുതൽ ലെങ്ത്ത് എടുത്തിട്ട് ഇതാ താഴെ അറ്റം വരെ നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 27.75 കേട്ടോ. ഇതാ കണ്ടില്ലേ, 27.75, 4 ഇഞ്ച് കുറവ് വന്നിട്ടുള്ളൂ. അതൊന്നും വലിയ ഒരു പ്രശ്നമായിട്ട് ഇതാവില്ല കേട്ടോ. ഒരു 4 ഇഞ്ച് കുറവ് വന്നേതി അത്ര വലിയ കുറവായിട്ടൊന്നും തോന്നൂല. അപ്പോൾ 28 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ബിറ്റും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഫ്രോക്കാണ് അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകട്ടെ, എന്നാലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.